ഹലോ, ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു പെട്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു സാധനം വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു പെട്ടിയാണ്. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു കളറിലുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് വെട്ടി വെച്ചിരിക്കുന്ന ഒന്നുമല്ല, ഇത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേപ്പറാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ബാലൻസ് വരുന്ന പേപ്പേഴ്സ് എല്ലാം ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് ഐഡിയ വന്നപ്പോൾ ചെയ്ത ഒരു ക്രാഫ്റ്റാണിത്. രാത്രിയാണ് ഈ ഒരു ഐഡിയ വരുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡിലൊന്നും വയ്ക്കാൻ പറ്റിയില്ല, അങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഇപ്പോൾ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ ബാലൻസ് വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ അടുത്ത കളറ് പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റാക്കുന്നതായിരിക്കും. അപ്പം ഓൾറെഡി ഞാൻ ഇതുപോലത്തെ കുറേ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഷേപ്പിൽ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ക്രാഫ്റ്റിനൊക്കെ ആവശ്യം വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തു നിന്നൊക്കെ ബാലൻസ് വരുന്ന പേപ്പറെല്ലാം ഞാനിങ്ങനെ എടുത്ത് വയ്ക്കുമായിരുന്നു. അതാണ് ഇതുപോലെ ഒരു ഷേപ്പിലും ഇല്ലാതെ ഇരിക്കുന്നത് പേപ്പറുകളെല്ലാം. പിന്നെ അടുത്ത് നമ്മളിപ്പോൾ ബ്ലൂ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ ബ്ലൂവും പിങ്കും കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ അടുത്ത ഭാഗത്തിൽ നമ്മൾ യെല്ലോ കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യെല്ലോ കളർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് നോക്കുന്നുണ്ട്, എങ്ങനെ വയ്ക്കുമ്പോഴാണ് എല്ലാ സ്ഥലവും കവർ ആവുകയെന്ന്. അപ്പം അങ്ങനെ ഒരുവിധം നമുക്ക് സെറ്റാക്കാൻ പറ്റി. ഇത് രാത്രി എടുക്കുന്ന ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അധികമായിട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതിന് വളരെയധികം ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണാം. അപ്പോൾ യെല്ലോയും നമ്മൾ ഒരുവിധം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ അറ്റത്തായിട്ട് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും പിങ്ക് കളർ ഷീറ്റ് എടുത്തിരിക്കുകയാണ്. പിങ്ക് കളർ ഷീറ്റ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ ഭാഗത്തായിട്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഈ ഒരു പിങ്ക് വെച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഫുള്ളായിട്ട് ആ ഒരു ഭാഗം നമ്മൾ പിങ്കായിട്ട് കവർ ചെയ്തു. അവിടെ യെല്ലോ ഒരു ഭാഗം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നമ്മൾ നോക്കിയില്ല. പിങ്ക് വലിയ പീസ് കിട്ടിയത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ ആ ഭാഗത്ത് നമ്മൾ പിങ്ക് ആണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ചില ഭാഗത്ത് വീഡിയോ ബ്ലർ ആവുന്നുണ്ട്, അപ്പം നിങ്ങളതൊന്ന് ക്ഷമിക്കുക. കാരണം രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് ചെയ്യാന്നുള്ള പ്ലാനിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇവിടെ വീണ്ടും ഒരു ചെറിയൊരു ഗ്യാപ്പ് കണ്ടു. അപ്പൊ ഇനി അതെങ്ങനെ ഒട്ടിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു യെല്ലോ പീസ് വീണ്ടും കിട്ടിയത്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് നമ്മളൊരു കുഞ്ഞ് പീസ് എടുത്തിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിന് ആ ഒരു ഗ്യാപ്പ് വന്ന ഭാഗത്തേക്ക് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പൊ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് നമ്മളതിനെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓൾറെഡി യെല്ലോയില് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തോ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ പൂക്കളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ബാലൻസ് ആയിട്ട് വന്ന് ഇങ്ങനെ ഒരു ഭാഗം കിട്ടി. അപ്പൊ അത് ബോർഡർ പോലെ ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതും നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിക്കാനായിട്ട് തികഞ്ഞില്ല. അപ്പൊ അടുത്തതിൽ നമ്മൾ ആ സെയിം കളറിൽ തന്നെ സർക്കിൾസ് വെട്ടിയെടുത്തിട്ടുള്ളത് കണ്ടു. അപ്പൊ അതും നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ടോയ്ലറ്റ് റോളാണ് എടുത്തിട്ടുള്ളത്. 2 എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒട്ടിക്കാന്നാണ് പ്ലാൻ. അപ്പൊ അങ്ങനെ നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് അതിനെ ഒട്ടിക്കുകയാണ്.
ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു പൈസ ചെലവുമില്ല. കാരണം ക്രാഫ്റ്റ് ഒക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് നമ്മൾ പേപ്പേഴ്സ് എല്ലാം ഇങ്ങനെ ബാലൻസ് വരാറുണ്ട്. അതെല്ലാം കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.